ിന്റെ ഭാഗമായി നിൽക്കുന്നു. മാതൃബന്ധൻ യോജനയിലൂടെ പിന്നെ പ്രസവം കഴിഞ്ഞാൽ പിന്നെ വലിയൊരു സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതികൾ, അങ്ങനെ അനസ്യൂതം ഓരോ പദ്ധതികൾ കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ കർഷകർക്ക് വേണ്ടി കൊണ്ടുവരുന്ന പദ്ധതികൾ നമുക്കെല്ലാവർക്കും അറിയാം. ഈ രാജ്യം 4 മാസം കൂടുമ്പോൾ 2000 രൂപ കൃത്യമായും നൽകി, അല്ലെ? പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി യോജന നമുക്ക് കിട്ടുന്നില്ലേ? അത് നിസ്സാരമല്ല. നമ്മളിപ്പോ പല ഗവൺമെന്റുകൾ മുഖാന്തരം അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾ മുഖാന്തരമാണ് വരുന്നത് എന്ന് പറയുമ്പോൾ അതല്ല, നേരിട്ട് നരേന്ദ്രമോദി അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പണം വരുന്ന, ഒരു ഇടനിലക്കാരില്ലാതെ നമുക്ക് ഫണ്ട് ലഭിക്കുന്ന, അങ്ങനെ ചരിത്രത്തിൽ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരു പദ്ധതിയില്ല, ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. അങ്ങനെ നൽകുന്നു, മുന്നോട്ട് പോകുന്നു, അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ കയറുമ്പോൾ സാമ്പത്തിക ശക്തിയിൽ നാം 9ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ച, നൂറ്റാണ്ടുകളോളം അടക്കി ഭരിച്ച ബ്രിട്ടനെ മറികടന്ന് 5ാം സ്ഥാനത്ത് ഇന്ന് പിന്നെ ബ്രിട്ടനെ മറികടന്നുകൊണ്ട് 4ാം സ്ഥാനത്തേക്ക് നമ്മുടെ രാജ്യം. വലിയൊരു ആത്മാഭിമാനത്തിന്റെ പിന്നെ നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. അങ്ങനെ സമസ്ത മേഖലയിലും വലിയ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കാര്യങ്ങളും ഉൾപ്പെടെ വന്നു നിൽക്കുന്ന സമയത്താണ് ഇവിടെ നമ്മുടെ മെമ്പർ ഇവിടെ പിന്നെ കൃത്യമായും കഴിഞ്ഞ 5 വർഷക്കാലഘട്ടമായി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്ന് പറയുന്ന വലിയൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് നാം മുന്നോട്ട് പോകുന്നത്. ഇനിയും അനസ്യൂതം തുടരണം. കൊടുങ്ങല്ലൂരിൽ ഉൾപ്പെടെ വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരുവാനുണ്ട്. ഇതൊരു വലിയൊരു രാഷ്ട്രീയ വേദിയാക്കി പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നമ്മുടെ കൊടുങ്ങല്ലൂരിലും മാറ്റമുണ്ടാക്കണം. വികസിത കേരളമാണ് BJP സ്വപ്നം കാണുന്നത്. രാജീവ് ചന്ദ്രശേഖർജി ഈ സംസ്ഥാനത്തിന്റെ അധ്യക്ഷനായി ചുമതലയേറ്റപ്പോ നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം മുന്നോട്ട് വെച്ച വലിയൊരു മുദ്രാവാക്യം നമുക്കറിയാം, മാറാത്തതിനും മാറും. കുറെ മാറാനുണ്ട്. ഞാൻ ഇന്ന് നമ്മളിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇറങ്ങുന്നതിന് മുമ്പ് ന്യൂസ് ചാനൽ കാണുമ്പോൾ ആരോഗ്യ മേഖലയിലെ വിഷയങ്ങളൊക്കെ വലിയ ദുരന്തങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു ഗതികേട് നമ്മുടെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൈ ഒന്ന് ഒടിഞ്ഞു, ഹോസ്പിറ്റലിൽ പോയി, ജില്ലാ ആശുപത്രിയിൽ പോയി, അവിടെ ചെല്ലുമ്പോ പ്ലാസ്റ്റർ ഇട്ട് വിടുന്നു, കൊച്ചിന്റെ വേദന മാറുന്നില്ല. പിന്നീട് ചെല്ലുമ്പോ ഇവിടെ പറ്റില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കണം പറഞ്ഞു, കൈ കുഴപ്പമായി എന്ന് പറയുന്നു. ആ കൊച്ചിന്റെ 9 വയസ്സുള്ള ഒരുപാട് ജീവിതം മുന്നോട്ടുള്ള സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ച് വളരാൻ പോകുന്ന ആ സമയത്ത് ആ പെൺകുഞ്ഞിന്റെ കൈ ഒരു പകുതി വെച്ച് മുറിച്ചു കളയേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ആരോഗ്യ കേരളം വലിയ കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ ആരോഗ്യ കേരളത്തിന്റെ സ്ഥിതിയാണ്. കൂട്ടിരിപ്പിന് പോയ അമ്മ കെട്ടിടം തകർന്നു വീഴുന്ന ഒരു കേരളം. അങ്ങനെ എല്ലാ മേഖലയിലും കർഷകർ, ഞാൻ എന്റെ വീട് മാള ഭാഗത്ത് അന്നമനടിലാണ്, കാർഷിക മേഖലയിലാണ് ഞാൻ വരുന്നത്. കർഷകർ നെല്ല് ഒരുപാട് അധ്വാനിച്ചുകൊണ്ട് കുറെ ആയിരങ്ങളും 10,000ങ്ങളും ലക്ഷങ്ങളും കടമെടുത്തുകൊണ്ട് കൃഷി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ നെല്ല് കയറ്റിവിട്ടിട്ട് 6-7 മാസമായി. പക്ഷെ അത്ര മാസം ആയിട്ട് പോലും അവർക്ക് ആ പണം, നെല്ല് കൊണ്ടുപോയിട്ട് 7-8 മാസമായിട്ട് പണം കൊടുക്കാൻ കഴിയാത്ത സർക്കാർ എന്തിനും ഏതിനെയും കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുന്നു. കൃത്യമായും സബ്സിഡിയും അതിന്റെ പണവും കൃത്യമായും നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഒരു സാഹചര്യത്തിലും അവർക്ക് ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം നേതൃത്വം വഹിച്ചുകൊണ്ട് കോൾപ്പടവുകളിലും കൃഷി നിലയങ്ങളിലും എല്ലാം ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷയങ്ങൾ അവരെ കണ്ണീരൊപ്പാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ഇതൊരു കാർഷിക സംസ്ഥാനമാണ്. നമ്മൾ അതിനൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം പേര്. പക്ഷെ ആ മേഖലയിൽ ഇന്ന് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ എല്ലാവരുടെയും പ്രതിസന്ധികളാണ്. അപ്പൊ അതിനെല്ലാം ഇടപെടേണ്ടതുണ്ട്. കാർഷിക മേഖലയിൽ അഭിവൃദ്ധിപ്പെടുത്തേണ്ടതുണ്ട്, അവർക്ക് സഹായം കൊടുക്കേണ്ടതുണ്ട്. ഫസൽ ബീമ യോജന പോലുള്ള ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ഇപ്പൊ നമുക്കറിയാം, ഒരു ഏക്കറിന് 25,000 രൂപയിലധികമാണ് ഇപ്പൊ ഫസൽ ബീമ യോജനയിൽ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള കർഷകർക്ക് ലഭിച്ചത്. ആര് കൊടുത്തതാണ്? ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തതാണ്. ചരിത്രത്തിൽ കൊടുക്കാത്ത തരത്തിലാണ്. അപ്പൊ അങ്ങനെ കർഷകരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് അതിശക്തമായി കാർഷിക മേഖലകളെ അഭിവൃദ്ധിപ്പെടുത്തേണ്ടതിന്റെ
പിന്നെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ അമ്മമാർക്ക് വേണ്ടി കൊണ്ടുവരുന്ന പദ്ധതികൾ, ജൻധൻ യോജന, നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡ് കാലഘട്ടത്തിൽ 1 രൂപ കിട്ടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജൻധൻ യോജന അക്കൗണ്ട് ഉണ്ടായിരുന്ന നമ്മുടെ അമ്മമാർക്ക് 1500 രൂപയാണ് നമ്മുടെ സർക്കാർ കൊടുത്തത്, കേന്ദ്ര സർക്കാർ കൊടുത്തത്. എന്തിനധികം പറയുന്നത്, തൊഴിലുറപ്പ് മേഖലയിലെ നമ്മുടെ അമ്മമാർ, സഹോദരിമാർ അവരുടെ തൊഴിൽ കളയുകയാണ്, കഴിയാൻ പോവുകയാണെന്ന് പറഞ്ഞ് ശുദ്ധ അസംബന്ധങ്ങളും നുണകളും പറഞ്ഞു നടന്നു. ഒരു വെയിലത്ത്, ഇപ്പൊ ഞാനൊക്കെ നമ്മളിപ്പോ വെയിലത്ത് നിൽക്കുന്നേ, നമ്മളൊന്ന് വെയിലത്ത് നിന്നാ അങ്ങനെ വാടില്ലേ, തീയിൽ കൊടുത്ത ആളുകൾ അല്ലേ. ഈ പറഞ്ഞ നമ്മുടെ അമ്മമാരെയും നമ്മുടെ സഹോദരിമാരെയും ഒക്കെ തന്നെ പിന്നെ കളക്ടറേറ്റിന് മുന്നിൽ കൊണ്ടു നിർത്തി നമ്മുടെ പണി കളയാൻ പോവുകയാണ്. 100 കർമ്മദിന പരിപാടി ഇല്ലാതാക്കാൻ പോകും. എന്തൊക്കെ നുണയാണ് പറഞ്ഞു കൊടുത്തത്? എവിടെയാണ് അതിലെന്തെങ്കിലും സത്യമുണ്ടോ? കൃത്യമായും അവർക്ക് എന്നും ആ ജോലി നൽകുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുന്നു. വർദ്ധിപ്പിച്ചത് മുഴുവൻ നരേന്ദ്രമോദി സർക്കാരാണ്. ഇപ്പോഴും പൊരുവെയിലത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മുടെ അമ്മമാർ, സഹോദരിമാർ, ആശാവർക്കർമാർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാസങ്ങളായി അവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല. കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും പറയുന്നു അവർക്കൊന്നും പിന്നെ നമ്മളാണ് കൊടുക്കാത്തെന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിന്റെ സ്ഥിതി എന്താ? കേരള സർക്കാർ അതിലൊരു നിലപാട് സ്വീകരിച്ചായിട്ടുള്ള അവരെ സഹായിക്കാൻ തയ്യാറായിട്ടില്ലേ? സുരേഷ് ഗോപി പോയി കണ്ണീരൊപ്പം പോയാൽ സുരേഷ് ഗോപിയെ കുറ്റം പറയുന്നു. സുരേഷ് ഗോപിക്ക് സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിച്ചാൽ അതിന് വേറൊരു തരത്തിൽ സംസാരിക്കുന്നു. ഇപ്പൊ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് കൊണ്ട് അത് തെറ്റായി പോയെന്ന് പറഞ്ഞ ചില ആളുകൾ, പക്ഷെ ശരിയാണെന്ന് പറയുന്ന 100% ആളുകൾ ഇപ്പുറത്ത് നിൽക്കുകയാണ്. സുരേഷ് ഗോപി വിജയിച്ചതുകൊണ്ട് വലിയ മാറ്റങ്ങൾ. ഇന്നലകളിൽ 8ഉം 9ഉം കേന്ദ്രമന്ത്രിമാർ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും പോയിട്ടുണ്ട്. പക്ഷെ അവിടെ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് നിസ്സാരമായിട്ടുള്ള കഴിഞ്ഞ ഒരു കൊല്ലത്തിനകത്ത് സുരേഷ് ഗോപി കൊണ്ടുവരുന്നു, കുറെ പദ്ധതികൾ കൊണ്ടുവരുന്നു. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത്, കേരളവും മാറാനുണ്ട്. വികസിത കേരളമാണ് നാം സ്വപ്നം കാണുന്നത്. വികസിത വാർഡാണ് നാം സ്വപ്നം കാണുന്നത്. വികസിത മുനിസിപ്പാലിറ്റിയാണ് നാം സ്വപ്നം കാണുന്നത്. പാവപ്പെട്ട പട്ടികജാതിക്കാരനെ വഞ്ചിച്ച ചരിത്രവും നമ്മുടെ കൊടുങ്ങല്ലൂരിലുണ്ട്. ചതുപ്പ് നിലം 2010 സമയങ്ങളിൽ ചതുപ്പ് നിലം വാങ്ങി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നു. വിജിലൻസ് കേസെടുത്ത് അന്വേഷിച്ച് അതിന്റെ ഫയൽ മുഖ്യമന്ത്രിയുടെ മുൻപിൽ എത്തിയിട്ട് അതിന് തീർപ്പ് കൽപ്പിക്കാൻ കഴിയാതെ, കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്നു. ആരാണ് കുറ്റക്കാർ? ഇവിടെ ഭരിച്ചിട്ടുള്ളവരാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം ചർച്ച ചെയ്തു പോകേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഞാൻ വേറെ കൂടുതലൊന്നും ദീർഘിപ്പിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വലിയൊരു മാറ്റം നമ്മുടെ വാർഡില് ഇപ്പൊ നിലവിൽ നിങ്ങളുടെ മെമ്പർ നല്ല രീതിയിൽ അതിശക്തമായി പോകുന്ന മെമ്പറാണ്, നമുക്കറിയാം, നേരിട്ടറിയാം. എന്തായാലും ആ വികസനം നമ്മുടെ വാർഡിലൊതുങ്ങാൻ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും ഉണ്ടാകണം. 21 സീറ്റുണ്ട് നമുക്ക്. വലിയൊരു മാറ്റമുണ്ടാകണം. ഈ കൊടുങ്ങല്ലൂരിൽ മാറ്റമുണ്ടാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇന്നത്തെ മാറിയ ഒരു കാലഘട്ടം, നമ്മുടെ അമ്മമാർ ഉൾപ്പെടെയുള്ളവർ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമകളാകുന്ന കുറെ യുവ തലമുറകളുണ്ട്. അവരുടെയൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കുവാനും അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുവാനും കഴിയുന്ന തരത്തിൽ നമ്മുടെ അമ്മമാരും നമ്മുടെ പിതാക്കളും എല്ലാവരും ഇടപെടൽ നടത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു കെട്ട കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ ചില മേഖലയിൽ പോയിക്കൊണ്ടിരിക്കുക. അവിടെയൊക്കെ തിരുത്തൽ ശക്തിയായി മാറാൻ നമ്മുടെ അമ്മമാർക്ക് കഴിയണം. മക്കളെ ശാസിക്കുവാനും നിലനിർത്തുവാനും കഴിയണം. അവരെ കൃത്യമായി പഠിപ്പിക്കുവാനും നല്ലൊരു പൊതുസമൂഹത്തെ, പുതുതലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മാറണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഈ വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയമില്ല. നമ്മളെല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം നൽകണമെന്നാണ്. ഒരു ക്യൂ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും അറ്റത്തുള്ള ആളുകൾക്ക് വരെ സഹായം നൽകണം. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മോദി എന്ന് പറയുന്ന ഈ രാജ്യം കണ്ട, ലോകം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരി ഒട്ടനവധി വിഷയങ്ങൾ കൃത്യമായും ഇടപെടൽ നടത്തുന്നു. ലോകരാജ്യങ്ങളുമായി യുദ്ധം നടക്കുമ്പോൾ അവിടേക്ക് ഇടപെടാൻ വേണ്ടി അഭിപ്രായങ്ങൾ പറയുവാൻ, നിലപാടുകൾ പറയുവാൻ, നട്ടിൽ പണയം വെക്കാതെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന നമ്മുടെ നരേന്ദ്രമോദിജി, അതിപ്പോ അപ്പുറത്തുള്ള യുദ്ധങ്ങളും ഇപ്പുറത്ത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമായാലും മറ്റേതര രാജ്യങ്ങളുമായി യുദ്ധങ്ങളിലേക്ക് ഇടപെടാൻ കഴിയുന്ന, അമേരിക്കയുടെ ട്രംപ് ഉൾപ്പെടെയുള്ള ആളുകൾ ഭീഷണിപ്പെടുത്തുമ്പോൾ പോയി പണി നോക്കാൻ പറയുന്ന നിലപാടുകൾ കൃത്യതയോടുകൂടി പറയുന്ന, ഇപ്പൊ GST ഉൾപ്പെടെ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെയും ഇവിടെ തർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ സാധാരണക്കാരന് ഒരുപാട് ഗുണം കിട്ടുന്ന തരത്തിലേക്ക് GSTയുടെ എല്ലാവർക്കും അറിയാം. കുറച്ച്
കൃത്യമായി നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. എന്ന് വെച്ചാൽ സമസ്ത മേഖലയിലും സെസ് കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ കേരള ഗവൺമെന്റ് പെട്രോൾ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1 രൂപയും 2 രൂപയും മേടിക്കുന്നുണ്ട്. പാവപ്പെട്ടവനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും. അതൊന്നും ഒരു കാരണവശാലും എടുത്തു കളയാനോ കുറയ്ക്കാനോ കഴിയുന്നില്ല. പക്ഷെ മറിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റ് GST ഉൾപ്പെടെ നിലപാടുകൾ പറഞ്ഞ് സാധാരണക്കാരന്റെ കണ്ണീരൊപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് നേരിന്റെ രാഷ്ട്രീയമാണ്. എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ കാഴ്ചപ്പാട് എല്ലാവരും തിരിച്ചറിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ ഗംഭീര ഒരു ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചു വൈകി, ഞായറാഴ്ച കുറെ പരിപാടികളുടെ ഓട്ടത്തിലാണ്. എന്തായാലും വലിയ സന്തോഷം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുവാനും എല്ലാവർക്കും ഒപ്പം നിൽക്കാൻ കഴിയുന്നവരതിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും, കൂടെ നിങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വലിയ സന്തോഷപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി, നമസ്കാരം.